അറ്റാക്ക് നടന്നു കഴിഞ്ഞ് ഡൽഹിക്ക് കൊടുത്തു. ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിലാണ് ഇരിക്കുന്നത്. നമുക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നിങ്ങൾ ഇന്ന് ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. ഞങ്ങൾക്ക് ഓപ്പറേഷൻ സിന്ദൂർ അന്ന് പോലും അപ്പോഴാണ്. അപ്പൊ അവിടെ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു ബിടെക് എംടെക് കഴിഞ്ഞ ആൾക്കാർക്ക് പോലും വർക്ക് എക്സ്പീരിയൻസ് കിട്ടും. ഞങ്ങൾ അവിടെ ഒരു പ്രോപ്പറായിട്ട് 34 അഗ്നിവീറുണ്ട്. അതായത് പല പല ബാച്ചിലായിട്ട്. ഈ അഗ്നിവീർ ഇപ്പോഴത്തെ സമയത്ത് അവര് ഒരു ഈ ഏജ് ലിമിറ്റ്, അതായത് 19 to 22 ഈ ഏജിലുള്ള ആൾക്കാരാണ് അവിടെ വരുന്നത്. ഈ ഏജിലുള്ള ആൾക്കാർക്ക് പല പല സ്വപ്നങ്ങൾ കാണും, പല വഴിക്ക് പോകണം, പല രീതിയിൽ ചെയ്യണം. പക്ഷെ ഇവർക്ക് പേയ്മെന്റ് കൊടുത്ത് ഇവരെ ഒരു ട്രെയിനി ആക്കി ഇവരുടെ ഡിസിപ്ലിൻ, ഇപ്പൊ നമ്മളൊരു 19 വയസ്സുകാരനോട് നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞാൽ ഒരിക്കലും വരില്ല. അവര് വരച്ച വരയിൽ നിർത്തിക്കൊണ്ടുപോകാം. അവരുടെ ഒരു തോന്നുന്ന സമയമാകുമ്പോൾ അതുകൊണ്ട് ചോദിക്കുക. ഇപ്പം ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ ഔട്ടാകാൻ പോകണം, 1 വർഷം കൂടെ ഉള്ളവർക്ക് 3 വർഷമായി. അപ്പൊ ആ ഫസ്റ്റ് ബാച്ചിൽ അവരോട് ചോദിക്കുക, നിങ്ങൾ ഇപ്പൊ അഗ്നിവീറായതിൽ എന്നാണ് സാർ? ഇവിടെ തന്നെ നിൽക്കാനാണ് ആഗ്രഹം. അഥവാ ഇതിവിടെ നിന്നില്ലെങ്കിലും നമുക്ക് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വെളിയിലുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ വന്നിട്ട് നല്ലവണ്ണം ട്രെയിൻ ചെയ്യിച്ച് അവര് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, അതായത് എന്റെ അവിടെ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു ബിടെക് എംടെക് കഴിഞ്ഞ ആൾക്കാർക്ക് പോലും വർക്ക് എക്സ്പീരിയൻസ് കിട്ടത്തില്ല. പക്ഷെ ഞങ്ങൾ അവിടെ പ്രോപ്പറായിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ചു. അവര് എൻ്റെ കൂടെ എൻ്റെ അടുക്കല് ഈ IIT-യിലെ ആൾക്കാർ ട്രെയിനിങ് അപ്രന്റീസ് ട്രെയിനീസ് വരും പഠിക്കാനായിട്ട്. അപ്പൊ അവര് പോലും ചോദിക്കും, നിങ്ങളുടെ അഗ്നി ഇത്രയും വർക്ക് ചെയ്യുന്നു, നമുക്ക് അതിനുള്ള മോക്ക കിട്ടിയിട്ടില്ല. അപ്പം അതുപോലെ അവരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കൊരു നല്ല ഭാവിയാണ് കാണാൻ പറ്റുന്നത്. ആദ്യത്തെ സ്റ്റാൻഡ് ലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ്. 19 കൊല്ലത്തിലധികം സർവീസ്, 1 കോടിയിലധികം ക്ലെയിം സെറ്റിൽമെന്റ്സ്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് പോളിസികൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും.